ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എറണാകുളം പോവാണ്. എറണാകുളം പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻ ചേട്ടൻ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ദുബായിന്ന് ആള് ഇന്നലെ വൈകിട്ട് എത്തിയതായിരുന്നു. അപ്പം ഞങ്ങളോട് എറണാകുളം ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ദുബായിന്ന് വരുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, അതുകൊണ്ട് ഞങ്ങള് പെട്രോൾ അടിച്ച് ഞങ്ങൾ പോവാണ്. ഇതിപ്പോ ഞങ്ങള് അങ്കമാലി റൂട്ടെത്തി. അത്യാവശ്യം ചെറിയൊരു റഷ് ഉണ്ട് റോഡില്. എപ്പോൾ വന്നാലും അങ്കമാലി റൂട്ട് എപ്പോഴും ഒരു റഷ് ഏരിയ ആണ്. പക്ഷേങ്കിൽ ഇന്ന് അത്രയും പറയത്തക്കായിട്ടില്ല. പക്ഷെ എനിക്കൊന്ന് വീക്കെൻഡ് ആണെങ്കിൽ ഒരു രക്ഷയില്ലെന്നുള്ള അവസ്ഥയാണ്. ഇന്ന് അത്യാവശ്യം ഇച്ചിരി ക്ലീൻ ആയിട്ടാണ് റോഡ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങള് കൊച്ചി എടപ്പള്ളി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ലുലുവിന്റെ ഓപ്പോസിറ്റാണ് ചേട്ടൻ വെയിറ്റ് നിൽക്കാന്ന് പറഞ്ഞത്. ആളിനെ ഇങ്ങനെ ഞങ്ങള് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ഈ അൽത്താസിലാണ് ഈ പമ്പിന്റെ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. നോക്കാം എവിടാന്ന്. കാണുന്നില്ലല്ലോ, ഇവിടെ എങ്ങാണ്ടാന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടാ? ഓ, പെട്ടു ഗൈസ്, ഇനി വിളിക്കാതെ രക്ഷയില്ല. ആശാൻ പതുക്കെ നടന്നു വരുന്നുണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും വിശക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വിട്ടത് ഫുഡ് കഴിക്കാനാണ്. അത് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയത് പാലാരിവട്ടം വയലോപ്പള്ളി റോഡിലുള്ള ഒരു മാതാ റെസ്റ്റോറൻ്റാണ്. എൻ്റെ ദൈവമേ, അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ സൂചി കൊത്താൻ ഇടയില്ലാത്തൊരു റെസ്റ്റോറൻറ്റ്. അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൂടെ നുഴഞ്ഞ് കയറി ഞങ്ങളൊരു സീറ്റ് ഒട്ടിച്ച് അവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ എല്ലാം കുറച്ച് ഒട്ടുമിക്ക ഐറ്റംസത്തിൻ്റെ എല്ലാത്തിനും ഞങ്ങൾ ഓരോന്ന് വെച്ച് ഞങ്ങൾ മേടിച്ച് കഴിച്ചു. എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. പാലാരിവട്ടം റൂട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് കയറി കഴിക്കണം. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ കൂടെ ഒരു 2 റൗണ്ടൊക്കെ ഞങ്ങളൊന്ന് വെച്ചു. ഒരു സമയം ഏകദേശം ഒരു 10-10:30 നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും സ്റ്റേഡിയത്തിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചെന്നു. ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അവിടെ നിന്നുള്ളൊരു കാഴ്ച സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ ചേട്ടനോട് ടാറ്റാ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞു. ഞങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. ഏകദേശം ഞങ്ങളൊരു 11:30 കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് അവിടെ നിന്ന്. ഞങ്ങൾക്ക് 2 പേർക്ക് ഈ രാത്രി യാത്ര ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ മിക്കപ്പോഴും ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ ഇതുപോലെ ഇറങ്ങും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഗായ്സ്, ഞങ്ങളിത് വീട്ടിലെത്തി. രാത്രി ഒരു 11:30 നല്ല ടയേർഡാണ്, നല്ലൊരു ക്ഷീണമുണ്ട്. പിന്നെ പോയാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. ഇത് കണ്ടോ, ഇത് ഫുള്ള് നമുക്ക് കിട്ടിയതാണ്. അപ്പം ഇനി വീട്ടിലോട്ട് ഒന്ന് കയറുക, കിടക്കണം, അത്ര ക്ഷീണമുണ്ട്. അപ്പം ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.